ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖം തന്നെയല്ലേ? ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ സുഹൃത്തുക്കളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ വന്നത് കടലക്കറി എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സഹായിക്കണം. അതുകൂടാതെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളിൽ നിന്നും ഞാൻ ഇങ്ങനെയുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കടലക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. കടലക്കറി വെക്കുന്നതിനാവശ്യമായ കടല നമ്മൾ തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം അരിഞ്ഞ് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലയൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നീ 3 കൂട്ടുമിട്ട് നല്ലതുപോലെ യോജിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മളത് സ്റ്റൗവിലേക്ക് വെച്ച് ഒരു 7-8 വിസിലടിച്ച് നമ്മൾ വേവിക്കണം. ചില കുക്കറിൽ അത്രയൊന്നും അടിച്ചാൽ വേവത്തില്ല. 10-11 ഒക്കെ അടിക്കേണ്ടി വരും. ഞാനിവിടെ 7 അടിക്കുമ്പം വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ അത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. കടല വെന്തതിന് ശേഷം ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കുക. ആ പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നല്ലതുപോലെ മൂപ്പിച്ച ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കെല്ലാം എങ്ങനെയാണോ, ചിലർക്കാണെങ്കിൽ കടലക്കറിയിൽ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, കട്ടിക്കിരിക്കണം. ചിലർക്കാണെങ്കിൽ നല്ല ലൂസായിട്ടിരിക്കണം. അപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കടലക്കറി ആക്കിയെടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ കടലക്കറി ശരിയാവുന്നതാണ്. കുറച്ച് തീ കുറച്ചിട്ടിട്ട് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ തീ കുറച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക.